നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് ആയത്. അപ്പോൾ ഇതിൽ കോസ്റ്റ് എന്താണ്, കോസ്റ്റിംഗ് എന്താണ്, കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ്, കോസ്റ്റ് അക്കൗണ്ടൻസി എന്താണ്, ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഫസ്റ്റ് കോസ്റ്റ്, റിസോഴ്സ് സാക്രിഫൈസ് ടു ഒബ്റ്റെയിൻ സംതിങ്. നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു റിസോഴ്സ് പോയിട്ടുണ്ടാവും, അത് എന്തെങ്കിലും ഒരു ഐറ്റം വാങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ കോസ്റ്റ് എന്ന് പറയുക. റിസോഴ്സ് സാക്രിഫൈസ് ടു ഒബ്റ്റെയിൻ സംതിങ്. അടുത്തത് കോസ്റ്റിംഗ്. കോസ്റ്റിംഗ് എന്ന് വെച്ചാൽ പ്രോസസ് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ് കണ്ടുപിടിക്കുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ കോസ്റ്റ് കണ്ടുപിടിക്കുന്ന മെത്തേഡിനെയാണ് നമ്മൾ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തത് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് ഫോർ കോസ്റ്റ് എഴുതി വെക്കുന്ന അല്ലെങ്കിൽ കോസ്റ്റ് റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സാണ്. നമ്മൾ അക്കൗണ്ടിങ് റെക്കോർഡ് ചെയ്യുമ്പോൾ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡിങ് ക്ലാസിഫൈങ് ചെയ്യുമ്പോൾ കോസ്റ്റിനെ റെക്കോർഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്തൊക്കെ വെക്കുന്ന പ്രോസസ്സാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതാണ് പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് ഫോർ കോസ്റ്റിന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ടിങ് എന്താണെന്ന് നമുക്കറിയാം. റെക്കോർഡിങ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ് ആണ്. അതുപോലെ കോസ്റ്റിങ്ങിന് വേണ്ടി ആ അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ അതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഇനി കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത് പ്രോസസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് കോസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും നമ്മൾ ഒരുമിച്ച് കമ്പൈൻ ചെയ്തിട്ട് ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പേരിട്ട് വിളിക്കുന്നത്. അതായത് അതിൽ നമ്മൾ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുകയും ചെയ്യും, അതുപോലെ തന്നെ ആ കോസ്റ്റിനെ അക്കൗണ്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ആദ്യം നമ്മൾ കോസ്റ്റ് കണ്ടുപിടിച്ചിട്ട് പിന്നെ അതിനെ റെക്കോർഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് സമ്മറൈസ് ചെയ്ത് എടുക്കും. അതാണല്ലോ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യുന്നതാണ് കോസ്റ്റ് അക്കൗണ്ടൻസി. ഇനി ആസ് പെർ ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് ലണ്ടൻ, കോസ്റ്റ് മീൻസ്, ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് പറഞ്ഞിട്ടുണ്ട് കോസ്റ്റ് എന്താണെന്ന്. ദ എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓർ ആട്രിബ്യൂട്ടഡ് ടു എ ഗിവൺ തിങ്. ഏതെങ്കിലും ഒരു ഐറ്റത്തിന് നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഒരു എക്സ്പെൻഡിച്ചറിനെ, അതിനുവേണ്ടി ഇൻകർ ആവുന്ന ആ എമൗണ്ടിനെയാണ് നമ്മൾ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ദ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ ടേം ഡിപ്പെൻഡ് ഓൺ എ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ലൈക്ക് നേച്ചർ ഓഫ് ബിസിനസ് ഓർ ഇൻഡസ്ട്രി. നമ്മൾ ഏത് ബിസിനസ് ആണോ ചെയ്യുന്നത്, നമ്മുടെ ബിസിനസ്സിൻ്റെ നേച്ചർ എന്താ, നമ്മുടെ ഇൻഡസ്ട്രി ഏത് ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രിയിലാണ് നമ്മൾ ബിലോങ് ചെയ്യുന്നത്, ഇതെല്ലാം നോക്കിയിട്ടായിരിക്കും നമ്മൾ കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചില കേസിലൊക്കെ നമുക്ക് എക്സാക്ട് കോസ്റ്റ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ട്രൂ കോസ്റ്റ് അറിയാൻ പറ്റത്തില്ല ചില കേസിൽ. എല്ലാ സർക്കംസ്റ്റാൻസിലും നമുക്ക് ട്രൂ കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. ആ ഒരു കാര്യം കൂടെ നമ്മൾ ഓർത്ത് വയ്ക്കണം. പിന്നെ കോസ്റ്റിംഗ് എന്ന് വെച്ചാൽ ക്ലാസിഫൈങ്, റെക്കോർഡിംഗ് ആൻഡ് അപ്രോപ്രിയേറ്റ് അലോക്കേഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് പ്രോഡക്ട്സ് ഓർ സർവീസസ്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ റെൻഡർ ചെയ്യുന്ന സർവീസ്, അതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമുക്ക് അതിന് വേണ്ടി എത്ര എക്സ്പെൻസ് ചിലവായോ, എത്ര എക്സ്പെൻഡിച്ചർ ചിലവായോ അത് പ്രോപ്പറായിട്ട് അതിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സാണ് കോസ്റ്റിംഗ്. അപ്പോൾ നമുക്ക് ഇൻകർ ആയ എക്സ്പെൻഡിച്ചറിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യും, റെക്കോർഡ് ചെയ്യും, അത് കറക്റ്റായിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളിലോട്ട്, സർവീസുകളിലോട്ട്. അപ്പോൾ അതിനെ നമ്മൾ കോസ്റ്റിംഗ് എന്ന് പറയാം. പിന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് കോസ്റ്റിംഗ് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പാണ്. നമ്മൾ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് ഫോർ കോസ്റ്റാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്, നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് അനലൈസ് ചെയ്യും, സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്യും, എന്നിട്ട് നമ്മൾ ഫ്യൂച്ചറിനെ ഫോർകാസ്റ്റ് ചെയ്യും, ബഡ്ജറ്റുകൾ ഉണ്ടാക്കും, സ്റ്റാൻഡേർഡുകൾ സെറ്റ് ചെയ്യും, എസ്റ്റിമേറ്റ്സ് എടുക്കും, എന്നിട്ട് വേരിയേഷൻസ്, അതായത് നമ്മൾ സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡും ആക്ച്വൽ പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് വേരിയേഷൻസ് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കും. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നതാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇനി കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത് നമ്മുടെ കോസ്റ്റിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്, അതായത് മെത്തേഡ് ഓഫ് കോസ്റ്റിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ റെക്കോർഡിങ് രണ്ടും കൂടെ ഒരുമിച്ച് ചേരുന്നതാണ് കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മാനേജ്മെൻറ്റിന് കോസ്റ്റ് കൺട്രോൾ ചെയ്യാനുള്ള ഇനിഷ്യേറ്റീവ്സ് എടുക്കാനായിട്ട് സഹായിക്കും, നമ്മുടെ കറക്റ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ സഹായിക്കും, ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടൻസി നമുക്ക് വേണ്ടി ഇതൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ ഫോർകാസ്റ്റിങ്ങിനും നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് നേരത്തെ തന്നെ അറിയാനായിട്ട് പറ്റും, ഫോർകാസ്റ്റ് ചെയ്ത് പറയാനായിട്ട് പറ്റും കോസ്റ്റ് അക്കൗണ്ടൻസിയുടെ ഹെൽപ്പോടുകൂടി. ഇനി കോസ്റ്റ് അക്കൗണ്ടൻസിൽ കവർ ചെയ്യുന്ന മറ്റ് ചില ഏരിയാസാണ് കോസ്റ്റ് റിഡക്ഷൻ, കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് ഓഡിറ്റ്. കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റിയൽ ആൻഡ് പെർമനൻറ്റ് റിഡക്ഷൻ ഇൻ യൂണിറ്റ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ഓർ സർവീസസ് റെൻഡേഡ്. അപ്പോൾ പെർമനൻ്റ് ആയിട്ടുള്ള കോസ്റ്റ് റിഡക്ഷൻ, ഓക്കെ, പെർമനൻറ്റ് റിഡക്ഷൻ ഇൻ യൂണിറ്റ് കോസ്റ്റ്. അപ്പോൾ അതിനെയാണ് നമ്മൾ കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ അവിടെ അതൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചോളണം, നമ്മളുടെ ഇപ്പോൾ ഉള്ള ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെയാണ് നമ്മൾ കോസ്റ്റ് കുറയ്ക്കുന്നത്. ഓക്കെ, പെർമനൻറ്റ് റിഡക്ഷൻ ഇൻ കോസ്റ്റ് തന്നെയാണ്. യൂണിറ്റ് കോസ്റ്റ് പെർമനൻ്റ് ആയിട്ട് കുറയും, പക്ഷേ നമ്മൾ റെൻഡർ ചെയ്യുന്ന സർവീസിൻ്റെ ക്വാളിറ്റി ഒരിക്കലും കുറയത്തില്ല. ഓക്കെ, ഇനി കോസ്റ്റ് കൺട്രോൾ എന്തുവാണ്? കോസ്റ്റ് കൺട്രോൾ അഫേഴ്സ് ടു സെർച്ച് ഫോർ ബെറ്റർ ഓർ മോർ എക്കണോമിക്കൽ വേസ് ഓഫ്
കംപ്ലീറ്റിംഗ് ദ കറണ്ട് ഓപ്പറേഷൻ. അപ്പോൾ മോർ എക്കണോമിക്കലായിട്ടുള്ള, നമുക്ക് ഏറ്റവും പൈസ കുറച്ച് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് നമുക്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം, അതിനെയാണ് നമ്മൾ കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇറ്റ് സിംപ്ലിഫൈസ്, ഐഡൻറ്റിഫൈസ് ആൻഡ് പ്രിവെൻറ്റ് വേസ്റ്റ് വിത്തിൻ ദ എക്സിസ്റ്റിംഗ് എൻവയോൺമെൻറ്റ്. നമുക്ക് എന്തെങ്കിലും വേസ്റ്റ് ആയിട്ടുള്ള കോസ്റ്റ് ഇൻകർ ചെയ്യുന്നുണ്ടെങ്കിൽ, ആവശ്യമില്ലാത്ത എന്തെങ്കിലും കോസ്റ്റ് ഇൻകർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. പിന്നുള്ളത് കോസ്റ്റ് ഓഡിറ്റ്. കോസ്റ്റ് ഓഡിറ്റ് ഇൻക്ലൂഡ് ദ വേരിയേഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ആൻഡ് എ ചെക്ക് ഓൺ ദെയർ അഡ്ഹിയറൻസ് ടു കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, പ്ലാൻസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോസ്റ്റ് അക്കൗണ്ട്സിനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ്. അത് കറക്റ്റ് ആണോ, അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടോ, ഇത് ചെക്ക് ചെയ്യുന്നതാണ് നമ്മളെ കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെയൊക്കെ ഫോളോ ചെയ്തിട്ടാണോ, നമ്മുടെ പ്ലാൻസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് ഒബ്ജക്റ്റീവ്സിനെയൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് തന്നെയാണോ ഈ കോസ്റ്റ് അക്കൗണ്ടിങ് ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്ന പ്രോസസ്സാണ്, മോണിറ്റർ ചെയ്യുന്ന പ്രോസസ്സാണ് കോസ്റ്റ് ഓഡിറ്റ്. ജസ്റ്റ് ഒരു വെരിഫിക്കേഷനാണ്, ചെക്കിംഗ് ആണ്. അതിനാണ് നമ്മൾ കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ.